എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു കിച്ചൺ വേൾഡ് ഓഫ് കുക്കിംഗ്. ഇന്ന് ഞാൻ കുക്കിങ്ങിന് പകരമായിട്ട് ഒരു കൃഷി രീതി പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അതായത് ടിഷ്യൂവും ഒരു ഗ്ലാസും മാത്രം ഉപയോഗിച്ചിട്ട് സവാള അല്ലെങ്കിൽ ഉള്ളിത്തണ്ട് എങ്ങനെ നമുക്ക് അടുക്കളയിൽ തന്നെ കൃഷി ചെയ്തെടുക്കാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിഷ്യൂ ആവശ്യമാണ്. നമ്മൾ യൂസ് ചെയ്ത ടിഷ്യൂ ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഞാൻ കുറച്ച് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇത് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചുരുട്ടിയതിന് ശേഷം നമുക്ക് കുറച്ചേച്ചയായിട്ട് ഗ്ലാസ്സിലേക്ക് നിറച്ചു കൊടുക്കാം. ഗ്ലാസ് ഫുള്ളായിട്ട് ഫില്ലാകുന്നത് വരെ നമുക്കിങ്ങനെ ടിഷ്യൂ വെച്ച് കൊടുക്കാം. ഉപയോഗിച്ച് ടിഷ്യൂ ആയാലും മതി. ഇനി നമുക്ക് ഈ ടിഷ്യൂ ഒന്ന് നനച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ടിഷ്യൂവിലേക്ക് ഈ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്തതിന് ശേഷം ഇത് എപ്പോഴും നന്നായിട്ട് വെറ്റായിട്ടിരിക്കും, അതായത് നനഞ്ഞ് തന്നെ ഇരിക്കും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും മാത്രമാണ് നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നന്നായിട്ട് മൂത്ത ഒരു സവാള എടുക്കുക. അതിനുശേഷം ഞാനിത് ടിഷ്യൂവിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കുകയാണ്. സവാളയുടെ മുകൾ ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതേ രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ പിറ്റേ ദിവസം, അതായത് നമ്മളിപ്പോൾ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വേര് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഒരു സവാള വെച്ചതിന് പിറ്റേ ദിവസം എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ വേര് നന്നായിട്ട് മുളച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂവും ഈ ഒരു ഗ്ലാസ്സും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സവോള നന്നായിട്ട് മുളപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനുള്ളിലെ മുള നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നാലാമത്തെ ദിവസമാണ്. അപ്പോൾ 4ാമത്തെ ദിവസം ഇതിൻ്റെ മുള നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 7 ദിവസം ആയിട്ടുള്ള ഒരു ഒനിയനാണ്. അതായത് ഞാൻ 7 ദിവസം മുന്നേ ഇതേ രീതിയിൽ വെച്ച് ഉണ്ടാക്കിയതാണ്. ഞാൻ അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് നമ്മൾ കിച്ചണിൽ തന്നെയാണ് വെച്ച് മുളപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം സൺലൈറ്റ് ഒന്നും അടിക്കില്ല. നമ്മൾ ഈ ജനലിൻ്റെ സൈഡിൽ വെച്ചാൽ തന്നെ വളരെ നേരത്തെ സൺലൈറ്റ് മാത്രം ഇതിന് മതി. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വിഷമമില്ലാതെ, ഇപ്പോൾ ഞാൻ ഈ 7 ദിവസത്തെ വളർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഒരു 14 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് പാർട്ട്, അതായത് നമുക്ക് ആദ്യത്തെ സെക്ഷനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഈ സ്പ്രിംഗ് ഓണിയൻ മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിഷമയമില്ലാതെ ഏതെങ്കിലും ഒരു പച്ചക്കറിയെങ്കിലും നമ്മൾക്ക് അടുക്കളയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. മണ്ണ് എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ മണ്ണില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ഇത്, അതായത് സ്പ്രിംഗ് ഓണിയൻ തയ്യാറാക്കിയെടുക്കാം എന്ന് ഞാൻ കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.